അത് ചെയ്യില്ല, അത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഹായ്, ഞാൻ സഫീർ. നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരുമിച്ചൊരു യാത്ര പോയാൽ. പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും വെറും 3-4 കിലോമീറ്റർ മാത്രമേ നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ളൂ. കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ വലിയ വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം നമുക്കായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റ് നിലവിൽ 80 രൂപയാണ് എൻട്രി ഫീസായി ഈടാക്കുന്നത്. ചില കോംബോ പാക്കേജുകളും ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ കാണിച്ച് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. നേരെ നമ്മൾ ചെല്ലുന്നത് കുട്ടികളുടെ ഏരിയയിലേക്കാണ്. പെരിന്തൽമണ്ണയിൽ ഏകദേശം 1 വർഷത്തിനുള്ളിൽ തുടങ്ങിയ ഇറ പാർക്കാണിത്. നമ്മുടെ MES മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ വരുന്നത്. നേരെ നമ്മൾ ചെല്ലുന്നത് കുട്ടികളുടെ പാർക്കിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ കുട്ടികളുടെ പാർക്ക്. ഇതിന് പ്രത്യേകം എൻട്രി ഫീസൊന്നും ഈടാക്കുന്നില്ല. കുട്ടികൾക്കായുള്ള അത്യാവശ്യം റൈഡുകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കുട്ടികളുടെ പാർക്കിൽ നിന്ന് വലത്ത് ഭാഗത്തേക്കുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ പോയാലാണ് നമ്മൾ പെറ്റ്സിൻ്റെ പാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. വലിയൊരു കുളത്തിൽ ഒരുപാട് മീനുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഫിഷ് സ്പാ ഉള്ളത്. ഞാൻ 380 രൂപയുടെ കോംബോ പ്ലാനാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് റൈഡുകൾ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നത് നമ്മൾ കാത്തിരുന്ന പെറ്റ്സിൻ്റെ ഏരിയയിലേക്കാണ്. നേരെ കയറി ചെല്ലുന്നത് തന്നെ വലിയൊരു കൂട്ടിലേക്കാണ്. ഇവിടെ ചെറിയ പക്ഷികളായിട്ടുള്ള ഫിഞ്ചസ് പോലത്തെ പക്ഷികൾ മാത്രമാണുള്ളത്. പിന്നെ അവിടുന്ന് തന്നെ നമ്മൾ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് മറ്റൊരു വലിയൊരു കേജിലേക്കാണ്. ഈ കേജിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വലിയ പക്ഷികളെ നമുക്ക് ഫീഡ് ചെയ്യാനും കുറേ സമയം അവരൊപ്പം ചിലവഴിക്കാനുള്ളൊരവസരമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, ഈ പെറ്റ്സ് പാർക്കിലേക്ക് 200 രൂപയാണ് പെർ പേഴ്സൺ അവർ ടിക്കറ്റ് ഈടാക്കുന്നത്. നമുക്ക് കിളികളൊക്കെ ഭക്ഷണം കൊടുക്കാനും തലോടാനൊക്കെ ഉള്ളൊരവസരം ഇവിടെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയാണിത്.
പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയാൽ പിന്നെ മറ്റൊരു വലിയൊരു കൂട്ടിലേക്ക് ചെല്ലും. അവിടെ ഉള്ളത് വലിയ തത്തകളായ മക്കാവോസ് അതുപോലത്തെ കിളികളാണുള്ളത്. അവിടെ നമുക്ക് അവറ്റകളെ ഫീഡ് ചെയ്യാനും നമ്മളെ മേലിലൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് സമയം നിൽക്കാനൊക്കെ ഉള്ളൊരവസരം കിട്ടും. പിന്നീട് അങ്ങോട്ടുള്ളത് കേജിനകത്തുള്ള അനിമൽസും ബേഡ്സൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കുറച്ച് കാണാം. ഇത് അക്വേറിയത്തിലുള്ള ഫിഷുകളുടെ ഒരു ഏരിയയാണ് ഇനിയുള്ളത്. നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം. ഇത് പിന്നെ ഇവിടുത്തെ കുറച്ച് അനിമൽസൊക്കെ ഉള്ള ഏരിയയാണ്. ഇവിടെ ലോകത്തിലെ ഏറ്റവും കുള്ളനായിട്ടുള്ള പശുവൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പല ഐറ്റം ആടുകൾ, അതുപോലെ തന്നെ ഒട്ടകപ്പക്ഷി, കഴുത, അങ്ങനെ കുറച്ച് അനിമൽസൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇത്. ഇവരൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനുള്ളൊരു അവസരം കൂടി അവർ തരും കേട്ടോ. പിന്നെ നമുക്ക് പാമ്പുകളുടെ ഏരിയയിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് അവരെ നമ്മളെ തോളിലൊക്കെ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം കേട്ടോ. ഒന്നും ചെയ്യില്ല. പേടി അഭിനയിക്കണം, പേടിയൊന്നുമില്ല. കയ്യോട്ട് പിടിക്ക്. ഇല്ല, അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഇവിടെ കൂട്ടിലായിട്ട് കുറച്ച് പാമ്പുകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം.
ഈ അനിമൽസിൻ്റെ ബേഡ്സിൻ്റെ ഏരിയ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണിത്. നമ്മൾ ഈ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മൾ പൊതുവേ മൺപാത്രങ്ങൾ നേരിട്ട് കാണാനേ നമുക്ക് പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനും ഒരുപക്ഷെ നമുക്ക് നിർമ്മിച്ച് നോക്കാനൊക്കെ ഉള്ളൊരു അവസരം ഇവിടെ ഉണ്ട്. VFXൻ്റെ ഗെയിമുകളൊക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ടാണ് പെഡൽ ബോട്ടിങ്ങിൻ്റെ സൗകര്യമുള്ളത്. ഇവിടെ പെഡൽ ബോട്ട് മാത്രമാണുള്ളത്. രാത്രി ആയപ്പോഴേക്കും അവിടെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. രാത്രിയിലെ അവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും പെരിന്തൽമണ്ണ ഇറ പാർക്കിലെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് നമ്മുടെ സ്വന്തം എൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്നും നമുക്ക് മറ്റൊരു യാത്ര ഒരുമിച്ച് പോവാം.